മയോണൈസ് കഴിച്ചിട്ട് വീണ്ടും ഒരു മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടായി. അപ്പോൾ പലർക്കും ഒരു സംശയമുണ്ട്, എങ്ങനെയാണ് ഈ മയോണൈസ് കഴിച്ചിട്ട് ഈ ഒരു ഭക്ഷ്യവിഷബാധ വരുന്നത്. മയോണൈസ് എന്ന് പറയുമ്പോൾ അതിലേക്ക് വെജിറ്റബിൾ ഓയിലും കോഴിമുട്ടയും പൊട്ടിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോഴിമുട്ടൻ്റെ തോടിൽ പ്രത്യേകിച്ച് സാൽമണല്ല എന്ന് പറയുന്ന ഒരു അണുബാധ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. പലപ്പോഴും നമ്മൾ വേവിക്കാതെയോ ചൂടാക്കാതെയോ ഉള്ള ഈ ഒരു ശരിക്കും വാഷ് ചെയ്യാതെയോ മുട്ട പൊട്ടിച്ച് അതിലൂടെ മുട്ടേൻ്റെ ഉള്ളിലുള്ള കണ്ടൻസ് പുറത്തോട്ട് വെക്കുമ്പം കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഈ തോലിലൂടെ ഈ മുട്ടത്തോടിലും പതിയാനും അതിലൂടെ ഈ സാൽമണല്ല അണുബാധ അതിലുള്ളിലെ കണ്ടൻറ്റിലേക്ക് വരാനും അത് മിക്സ് ചെയ്ത് പിന്നീട് അത് മയോനൈസ് ആകുമ്പം അതിലേക്ക് കണ്ടാമിനേഷൻ ഉണ്ടാവാനും സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഇത് എത്രമാത്രം വൈകുന്നോ അത്രമാത്രം ഈ കണ്ടാമിനേഷൻ കൂടുകയാണ് ചെയ്യുക.